വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോ വന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ പപ്പിയാണെങ്കിൽ സത്യയെ കാണാനായിട്ട് രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു സീന്. സത്യയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പപ്പി ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത്, വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അന്നേരം കുറേ ദൂരം ഇങ്ങനെ നടന്ന ശേഷം പപ്പി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വേറൊരു വണ്ടി വന്ന് സത്യ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇത് അതുവഴി പോകുന്ന കമലം കാണുന്നുണ്ട്. കമലം അയ്യോ എന്നും പറഞ്ഞിങ്ങനെ തലയിൽ കവയിക്കുന്നുണ്ട്. വണ്ടി ഇടിച്ച് കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ റോഡിലേക്ക് വീഴുന്നുണ്ട്. തുടർന്ന് കമലം തന്നെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിനെ ഫോൺ ചെയ്യുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ കുറച്ച് സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. തല ഇടിച്ച് വീഴുന്നത് കൊണ്ട് കുറേ രക്തമൊക്കെ ഇങ്ങനെ വാർന്നു പോകുന്നുണ്ട്. അതിനുശേഷം കമലിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ആകെ വെപ്രാളപ്പെട്ട് വിഷ്ണുവിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, പപ്പിമോൾക്ക് ഒരു ആക്സിഡൻറ്റ്, ICUയിലാണ്, അശം പെട്ടെന്ന് വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയും ശ്യാമയും രോഹിത്തും പിന്നെ വിഷ്ണുവും എല്ലാവരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കാണിക്കുന്നുണ്ട്. തലയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി ഓക്സിജൻ മാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഡോക്ടർ പറയുന്നുണ്ട്, കുറച്ച് സീരിയസ് ആണ്, പക്ഷേ O നെഗറ്റീവ് ബ്ലഡാണ്, കുറേയേറെ രക്തം പോയിട്ടുണ്ട്, രക്തത്തിൻ്റെ ആവശ്യമുണ്ട്, റെയർ ഗ്രൂപ്പാണ്. ഇവിടെ ബ്ലഡ് ബാങ്കിൽ അതില്ല എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ലിസ്റ്റ് അവർ പറയുന്നുണ്ട്, ഉള്ളവരുടെ ലിസ്റ്റ്, അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിസ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഈ രോഹിത്തും വിഷ്ണുവും ഒക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും കുറച്ച് ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഓരോരോ അത്യാവശ്യങ്ങളിലും സ്ഥലത്തില്ല, കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരികയാണ്. പെട്ടെന്നാണ് ശ്യാമയ്ക്ക് ഓർമ്മ വരുന്നത്. ശാലിനിയെ ഫോൺ വിളിക്കുകയാണ്. ശാലിനിയെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശാലിനിയും ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് കുഞ്ഞേച്ചിയുടെ O നെഗറ്റീവ് ബ്ലഡ് അല്ലേ, പപ്പിമോൾക്ക് എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണമെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ ശ്യാമ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് എത്താം എന്നുള്ളത് അവിടെ അറിയിക്കുകയാണ്. അന്നേരവും ഇവിടെ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൾ വന്നില്ലേ എത്തിയില്ലേ എന്നൊക്കെ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഇങ്ങനെ ആളിനെ കിട്ടി, പെട്ടെന്ന് വരും, എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് മാത്രമേ ശ്യാമയോട് പറയുന്നുള്ളൂ. ശാലിനിയാണ് വരുന്നതെന്ന് പറയുന്നില്ല. ആണ് എന്നറിഞ്ഞാൽ സത്യഭാമ ചിലപ്പോൾ ദേഷ്യപ്പെടുമോ, സമ്മതിക്കാതിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ. ഇനി കുഞ്ഞേച്ചിയുടെയും പിന്നെ പപ്പിയുടെയും ബ്ലഡ് ഒന്നാണെന്നറിയുമ്പോൾ വീണ്ടും അവിടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് അവിടെ ശ്യാമയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശ്യാമ തൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. തുടർന്ന് ശാലിനി ഇങ്ങനെ വരുന്നുണ്ട്. ശാലിനി വരുമ്പോൾ കുറച്ച് ഇടയ്ക്ക് ബ്ലോക്കിലൊക്കെ പെട്ട് എത്താനൊക്കെ താമസിക്കുന്നുണ്ട്. അതിനുശേഷം ആരും കാണാതെ ശാലിനി ഹോസ്പിറ്റലിനകത്തേക്ക് കടക്കുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടിക്ക് ആവശ്യമുള്ള പപ്പിക്ക് ആവശ്യമുള്ള ബ്ലഡ് കൊടുക്കുകയാണ്. അതിനുശേഷം കുട്ടിയുടെ ഇതിൽ സ്റ്റേജ് മാറി കുറച്ച് ഇതിലേക്ക് വരുന്നുണ്ട്, ആശ്വാസത്തിലേക്ക് വരുന്നുണ്ട്. അന്നേരം ആളെത്തി, ബ്ലഡ് കൊടുത്തു എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് പപ്പിമോൾക്ക് ബ്ലഡ് കൊടുത്തത് എന്നിങ്ങനെ വിഷ്ണുവിനോടും എല്ലാവരോടും തിരക്കുന്നുണ്ട്. പക്ഷെ ശാലിനിയാണ് എന്നുള്ളത് അന്നേരം അവിടെ അറിയുന്നില്ല. പിന്നീട് വേറൊരു സീൻ ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളതിൽ വേറൊരു സീൻ കാണിക്കുന്നത്, ഈ നീലിമയാണെങ്കിൽ വീണ്ടും പിന്നെ നീലിമ അന്വേഷിച്ച് സുസ്മിത ചെല്ലുന്നതെന്ന് തോന്നുന്നു, അങ്ങനെ ആണെന്നും കാണിക്കുന്നത്. അന്നേരം ഈ നീലിമ പറയുന്നുണ്ട്, ശ്യാമ പ്രസവിച്ച പപ്പിയും ശാലിനിയുടെ മകൾ സത്യയും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മക്കളാണ്, ശാലിനി പ്രസവിച്ച വിഷ്ണുവിൻ്റെ മക്കളാണ് എന്നിങ്ങനെ ആ ഒരു രഹസ്യം ഹോസ്പിറ്റലിൽ നിന്നും അറിഞ്ഞ ആ ഒരു രഹസ്യം നീലിമ അവിടെ സുസ്മിതയോട് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഇത് കേട്ട് ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സീനും കാണിക്കുന്നുണ്ട്. പക്ഷേ റീമേക്കിലാണെങ്കിൽ ഈ ശാലിനിയെ ബ്ലഡ് കൊടുത്ത ശേഷം ശാലിനി അങ്ങോട്ടത്തേക്ക് മാറി നിൽക്കും. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും നിൽക്കുന്ന ആ റൂമിൻ്റെ ആ സൈഡിൽ തന്നെ ശാലിനി മാറി നിൽക്കുമ്പോൾ ഒരു നഴ്സ് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ശാലിനി ഒന്ന് തട്ടുന്നുണ്ട്. അന്നേരം ശാലിനി ഇനി ഫ്രണ്ടിലോട്ടാവുകയാണ് ചെയ്യുന്നത്. അന്നേരം പിന്നെ സത്യഭാമയും എല്ലാവരും കൂടി ശാലിനിയെ കാണും. അപ്പോൾ ഈ പപ്പി ഇറങ്ങി വന്നത് സത്യയെ കാണാൻ വേണ്ടിയിട്ടാണ്. എവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് നടന്നത് എന്ന് സത്യഭാമ ഇങ്ങനെ കമലിനോട് ചോദിച്ചറിയുമ്പോൾ സത്യയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എന്നുള്ളത് കമലിനവിടെ സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ റീമേക്കിലെ സിറ്റുവേഷൻസാണ്. അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ കമല സമ്മതിക്കുമ്പോൾ അപ്പോൾ സത്യയെ കാണാൻ പോയത് കൊണ്ടാണ് തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നത് എന്നുള്ളത് സത്യഭാമയ്ക്ക് കേൾക്കുമ്പോൾ ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് ഇപ്പോൾ ശാലിനിയെ കൂടി കാണുമ്പോൾ ആ ദേഷ്യം മുഴുവൻ അവിടെ ശാലിനിയോട് തീർക്കുകയാണ് ചെയ്യുന്നത്. നീ എന്തിനാണ് ഇവിടെ വന്നത്, എൻ്റെ കുഞ്ഞിന് നിൻ്റെ മകളെ കാണാൻ വന്നത് കൊണ്ടാണ് ഇങ്ങനെ ആപത്തുണ്ടായെന്ന് പറഞ്ഞ് വായിൽ തോന്നിയത് മുഴുവൻ
സത്യഭാമ അവിടെ ശാലിനിയുടെ മുന്നിൽ പറയും. പക്ഷേ ശാലിനി ഒരു അക്ഷരം മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യൂ. പക്ഷേ അന്നേരം ഭാമ അറിയുന്നില്ല തൻ്റെ കുഞ്ഞിന് ബ്ലഡ് കൊടുത്തത് പിന്നെ ശാലിനിയാണ് എന്നുള്ളത് അവിടെ അറിയുന്നില്ല. ശാലിനി അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷവും പിന്നെ ഈ ഭാമയാണെങ്കിൽ വീട്ടിലും പോയി വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് സത്യയും വഴക്ക് പറയും, ഈ കുട്ടിയും വഴക്ക് പറയും, എല്ലാവരെയും ഒക്കെ വഴക്ക് പറയും. അതൊക്കെയുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് സീനുകൾ മുന്നോട്ടുണ്ട്. ഈ പപ്പിയാണെങ്കിൽ മരുന്ന് കഴിക്കാതിരിക്കും, സത്യയെ കണ്ടാലേ കഴിക്കൂ എന്നൊക്കെ പറയും. തുടർന്ന് വിഷ്ണു കൊണ്ടുവരാനൊക്കെ പോകും. പിന്നെ ഇതിന് ശേഷം ശാലിനി ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു സീനുണ്ട്. പിന്നെ ഇപ്പോൾ സുസ്മിത ആണെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ സുസ്മിത ഇനി ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി വരുന്നതൊക്കെ. തുടർന്ന് ഇത്രയും അപകടമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് സത്യഭാമ ഒരു ജ്യോത്സ്യനെ വിളിച്ചിട്ട് പ്രശ്നമൊക്കെ വെച്ച് നോക്കും, ഒരു പൂജയൊക്കെ നടത്താൻ. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ചെയ്യണം എന്നുള്ളൊരു സീനൊക്കെ വരും. അപ്പോൾ ശാലിനിയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് സുസ്മിതയ്ക്ക് കുറേ കളികളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടത്തേക്കുള്ള എപ്പിസോഡുകളാണ്. അതൊക്കെ കുറേ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. എന്തായാലും സുസ്മിത കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. സുസ്മിത ആദ്യം ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെങ്കിലും പിന്നീട് ഭാമയെ അറിയിക്കാനുള്ളൊരു ശ്രമത്തോടു കൂടി മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ശാരദാമ്മ വിഷ്ണുവോട് പറയുന്ന സീൻ അതൊക്കെ വിശദമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്